ഈ ക്യാപിറ്റൽ ഡി എന്ന് പറയുന്ന പ്ലാന്റ് ഒരു ടൈപ്പ് ഗ്യാമീറ്റ് മാത്രമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്നാൽ ക്യാപിറ്റൽ ഡി സ്മോൾ ടി രണ്ട് ടൈപ്പ് ഗ്യാമീറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ശരിയാണല്ലോ? ഈ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ ഇതും ഒരു ടൈപ്പ് ഗ്യാമീറ്റിനെ മാത്രമേ പ്രൊഡ്യൂസ് ചെയ്തുള്ളൂ. എന്നാൽ സ്മോൾ ആർ സ്മോൾ വൈ എടുത്താലും അതും ഒരു ടൈപ്പ് ഗ്യാമീറ്റിനെ മാത്രമേ പ്രൊഡ്യൂസ് ചെയ്തുള്ളൂ, സ്മോൾ ആർ സ്മോൾ വൈ. എന്നാൽ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ വന്നപ്പോൾ അത് നാല് ടൈപ്പ് ഗ്യാമീറ്റിനെ പ്രൊഡ്യൂസ് ചെയ്തു. ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ, ക്യാപിറ്റൽ ആർ സ്മോൾ വൈ, സ്മോൾ ആർ ക്യാപിറ്റൽ വൈ, സ്മോൾ ആർ സ്മോൾ വൈ. ഇങ്ങനെ എത്ര ടൈപ്പ് ഗ്യാമീറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യും എന്നറിയാൻ വേണ്ടി ഇക്വേഷൻ ഉണ്ട്. നമ്പർ ഓഫ് ഗ്യാമീറ്റ്സ്, എത്ര ഗ്യാമീറ്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഉണ്ട്. നമ്പർ ഓഫ് ഗ്യാമീറ്റ്സ് കാണാനുള്ള ഇക്വേഷൻ ആണ് 2 raised to n. n എന്നാൽ number of heterozygous gene. അതാണ് n is equal to number of heterozygous gene. നമ്മൾ ഈ കേസ് എടുത്ത് നോക്കുക. ഇവിടെ നമ്പർ ഓഫ് heterozygous gene എത്രയാണ്? 2 raised to എത്ര വരും? heterozygous gene 0 ആണ്. പ്ലസ് 2 raised to 0 1. ഒരു ടൈപ്പ് ഓഫ് ഗ്യാമീറ്റ് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ഈ കണ്ടീഷൻ എന്താ? 2 raised to heterozygous ആണ്. homozygous ആണ്. heterozygous 0 ആയിരുന്നു. ഇത് heterozygous ആണ്. 2 raised to 1. So 2 ആണ് ആൻസർ വരുന്നത്. അപ്പോൾ അവിടെ രണ്ട് ടൈപ്പ് ഗ്യാമീറ്റ് കിട്ടി. ഇനി ഇവിടുത്തെ ഇക്വേഷൻ നോക്കുക. 2 raised to ഇവിടെ ഇതും homozygous ആണ്, ഇതും homozygous ആണ്. heterozygous gene ഇല്ല. അതുകൊണ്ട് 2 raised to 0 is equal to 1. ഒരു ടൈപ്പ് ഗ്യാമീറ്റ് കിട്ടി. ഇവിടുത്തെ കണ്ടീഷൻ നോക്കാം. ഇവിടെയും 2 raised to ഇതും homozygous ആണ്. അപ്പോൾ heterozygous 0 1. 2 raised to 0 1. അപ്പോൾ നമുക്ക് ഒരു ടൈപ്പ് ഓഫ് ഗ്യാമീറ്റിനെ മാത്രമാണ് കിട്ടുന്നത്. ഈ ഒരു കണ്ടീഷൻ നോക്കാം. 2 raised to ഇതും heterozygous ആണ്, ഇതും heterozygous ആണ്. 2 raised to 2 is equal to 4. അപ്പോൾ നമുക്കിവിടെ നാല് ടൈപ്പ് ഗ്യാമീറ്റ് കിട്ടുന്നത്. പെൻഷൻ ചോദിക്കാൻ വളരെ കൂടുതലാണ്. നമ്പർ ഓഫ് ഗ്യാമീറ്റ്സ് ആണ് ഇക്വേഷൻ ആണ് 2 raised to n. ഓക്കേ ആണല്ലോ? n എന്ന നമ്പർ ഓഫ് heterozygous gene. ഈ കേസിൽ ഇത് homozygous ആണ്, ഇത് homozygous ആണ്. ഇത് heterozygous ആണ്, ഇത് heterozygous ആണ്. ഓക്കേ ആണല്ലോ? നമ്പർ ഓഫ് heterozygous gene ആണ് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കേ ആണല്ലോ? നമ്മൾ അടുത്ത് പറയുന്നത് മെൻഡലിന്റെ ഡൈഹെബ്രിഡ് ക്ലോസ് ആയിരുന്നു. നമ്മൾ പറഞ്ഞു മെൻഡലിന്റെ ലോസ് ഓഫ് ഇൻഫെറൻസ് ടോട്ടൽ 3 എണ്ണം ഉണ്ട്. അതിൽ 2 എണ്ണം മോണോഹൈബ്രിഡ് ക്ലോസിനെ ബേസ് ചെയ്തിട്ടും ഒരെണ്ണം ഡൈഹൈബ്രിഡ് ക്ലോസിനെ ബേസ് ചെയ്തിട്ടും. നമ്മളൊക്കെ പറഞ്ഞു അല്ലേ, മോണോഹൈബ്രിഡ് ക്ലോസിനെ ബേസ് ചെയ്ത് 2 എണ്ണം, ഡൈഹൈബ്രിഡ് ക്ലോസിനെ ബേസ് ചെയ്ത് ഒരെണ്ണം എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഓക്കെ ആണെങ്കിൽ നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ ലോ ആണ്, ഡൈഹൈബ്രിഡ് ക്ലോസിനെ ബേസ് ചെയ്തിട്ടുള്ള രണ്ടാമത്തെ ലോ ആണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. നമ്മൾ ഇനി അടുത്ത് നോക്കുന്ന മെൻഡലിന്റെ മൂന്നാമത്തെ ലോ ആണ്, അതായത് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് ശ്രദ്ധിക്കുക. ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. Law of independent assortment is based on dihybrid cross. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. It is based on dihybrid cross എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ ആണല്ലോ? ഇതാണ് പറയുന്നത് ഇൻഹെറിറ്റൻസ് ഓഫ് വൺ ജീൻ അത് വേറൊരു ജീനിന്റെ ഇൻഹെറിറ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതേ ഇല്ല എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ പറഞ്ഞ മിനിമം 2 ജീനെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ ഒരു ജീനിന്റെ ഇൻഹെറിറ്റൻസ് അടുത്ത ജീനിന്റെ ഇൻഹെറിറ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് നമ്മൾ പറയണമെങ്കിൽ മിനിമം 2 ജീനെങ്കിലും വരണം അല്ലേ? അതുകൊണ്ടാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഡൈഹൈബ്രിഡ് ക്ലോസ് വെച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഇതാണ് പറഞ്ഞിരിക്കുന്നത് ഇൻഹെറിറ്റൻസ് ഓഫ് വൺ ജീൻ ഈസ് ഇൻഡിപെൻഡന്റ് ഓൺ ഇൻഹെറിറ്റൻസ് ഓഫ് അനദർ ജീൻ. അതായത് ഇൻഹെറിറ്റൻസ് ഓഫ് വൺ ജീൻ ഈസ് ഇൻഡിപെൻഡന്റ് ഓൺ ദ ഇൻഹെറിറ്റൻസ് ഓഫ് അനദർ ജീൻ എന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ ഇൻഹെറിറ്റൻസ് പറയുമ്പോൾ 2 കാര്യങ്ങളാണ് വരുന്നത്. എന്തൊക്കെയാണെന്ന് അറിയാമോ? ഗ്യാമീറ്റ് ഫോർമേഷൻ പ്ലസ് ഫെർട്ടിലൈസേഷൻ. ഗ്യാമീറ്റ് ഫോർമേഷൻ നടക്കുന്ന കാര്യം എന്താണെന്ന് അറിയാമോ? സെഗ്രിഗേഷൻ ആണ് നടക്കുക. സെഗ്രിഗേഷൻ വെച്ചാൽ അല്ലീൽസ് സെഗ്രിഗേറ്റ് ചെയ്ത് പോകുന്നു. പറഞ്ഞു ലോ ഓഫ് സെഗ്രിഗേഷൻ നമ്മൾ പറഞ്ഞിരുന്നു. അല്ലീൽസ് സെഗ്രിഗേറ്റ് ചെയ്ത് ഗ്യാമീറ്റിലേക്ക് പോകും സച്ച് ദാറ്റ് വൺ ഗ്യാമീറ്റ് കണ്ടെയ്ൻ ഓൺലി വൺ അല്ലീൽ ഫോർ എ ക്യാരക്ടർ എന്ന് പറഞ്ഞു. അങ്ങനെയാണ്, അതാണ് സെഗ്രിഗേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഗ്യാമീറ്റ് ഫോർമേഷൻ സമയത്ത് നടക്കുന്ന കാര്യമാണ് സെഗ്രിഗേഷൻ. അതുപോലെ ഫെർട്ടിലൈസേഷൻ സമയത്ത് എന്ത് ചെയ്യും? അല്ലീൽസ് കൂടിച്ചേരും. നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് അസോർട്ട്മെന്റ്. അപ്പൊ ഈ രണ്ടും കൂടെ ചേരുന്നതാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് പറയുന്നതാണ് inheritance of one gene means segregation and assortment of one gene
is independent on segregation and assortment of another gene. ഓക്കെ ആണല്ലോ. ഒരു ജീനിന്റെ ഇൻഹെറിറ്റൻസ് വേറൊരു ജീനിന്റെ ഇൻഹെറിറ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതേയില്ല എന്ന് പറയുമ്പോൾ ഇൻഹെറിറ്റൻസ് മീൻസ് segregation and assortment, അതാണ് ഇൻഹെറിറ്റൻസ്. അപ്പോൾ segregation and assortment of one gene is independent on segregation and assortment of another gene. ഓക്കെ ആണല്ലോ. segregation and assortment of one gene is independent on segregation and assortment of another gene. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ലോയും എല്ലാ കേസിലും ഒബേ ചെയ്യുന്നില്ല. ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് എല്ലാ കേസിലും ഒബേ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇതും യൂണിവേഴ്സൽ ലോ അല്ല. ഇത് ഒബേ ചെയ്യാത്ത കേസാണ് ലിങ്കേജിന്റെ കേസിലാണ്. ലിങ്കേജ് എന്ന് പറഞ്ഞൊരു ഫിനോമിനൻ ഉണ്ട്, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഈ ലിങ്കേജ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനിൽ ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് ഒബേ ചെയ്യില്ല. ഓക്കെ ആണല്ലോ. ഇപ്പൊ ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് ഒബേ ചെയ്യുകയാണെങ്കിൽ അവിടെ വരുന്നതാണ് ഒരു രണ്ട് ജീനുകൾ തമ്മിലുള്ള ഇൻഹെറിറ്റൻസ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് ഒബേ ചെയ്യുകയാണെങ്കിൽ അവിടെയാണ് 9:3:3:1 എന്നുള്ള റേഷ്യോ വരുന്നത്. എന്നാൽ ഈ ലിങ്കേജിന്റെ കേസിൽ 9:3:3:1 എന്നുള്ള റേഷ്യോ വരില്ല. ആ റേഷ്യോയിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യും. ഓക്കെ ആണല്ലോ. അതാണ് ലിങ്കേജിന്റെ സ്പെഷ്യാലിറ്റി. അപ്പോൾ നമ്മൾ ഒന്നുകൂടി പറയാം. ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഹെറിറ്റൻസ് ഓഫ് വൺ ജീൻ ഈസ് ഇൻഡിപെൻഡന്റ് ഓൺ ഇൻഹെറിറ്റൻസ് ഓഫ് അനദർ ജീൻ. ഇൻഹെറിറ്റൻസ് മീൻസ് ഗ്യാമീറ്റ് ഫോർമേഷൻ എന്ന് പറയുമ്പോൾ സെഗ്രിഗേഷൻ നടക്കും, സെഗ്രിഗേഷൻ ഓഫ് അലീൽസ് നടക്കും. അടുത്തതാണ് ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ നടക്കുന്ന കാര്യം അസോർട്ട്മെന്റ് ഓഫ് അലീൽസ് നടക്കും. അപ്പോൾ നമുക്ക് പറയാം, സിംപ്ലി പറയാം, സെഗ്രിഗേഷൻ ആൻഡ് അസോർട്ട്മെന്റ് ഓഫ് വൺ ജീൻ അത് വേറൊരു ജീനിന്റെ സെഗ്രിഗേഷൻ ആൻഡ് അസോർട്ട്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതേ ഇല്ല, ഡിപ്പെൻഡ് ചെയ്യുന്നതേ ഇല്ല. പക്ഷേ ഈ ലോ യൂണിവേഴ്സൽ അല്ല, എല്ലാ കേസിലും ഒബേ ചെയ്യുന്നില്ല. ഇത് ഒബേ ചെയ്യാതെ വരുന്ന കണ്ടീഷനാണ് ലിങ്കേജ്. ഓക്കെ ആണല്ലോ. ഇപ്പം മെന്റൽ ലിങ്കേജിനെ കുറിച്ച് പഠിച്ചില്ല, അതുകൊണ്ടാണ് മെന്റലിൽ 9:3:3:1 റേഷ്യോ കിട്ടുക. അപ്പം ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് ഒബേ ചെയ്യുന്ന കണ്ടീഷനിൽ മാത്രമാണ് 9:3:3:1 റേഷ്യോ കിട്ടുക. ലിങ്കേജിന്റെ കേസിൽ 9:3:3:1 എന്നുള്ള റേഷ്യോയിൽ നമ്മൾ ഡീവിയേറ്റ് ചെയ്ത് പോകും, ഒരുപാട് ഡീവിയേറ്റ് ചെയ്യും. ഓക്കെ ആണല്ലോ. അതാണ് ലിങ്കേജിന്റെ കേസ് പറയുക. ഓക്കെ ആണല്ലോ. നമുക്ക് അടുത്ത ടോപ്പിക്കാണ് ക്രോമസോം തിയറി ഓഫ് ഇൻഹെറിറ്റൻസ്. അടുത്ത ടോപ്പിക്കാണ് ക്രോമസോം തിയറി ഓഫ് ഇൻഹെറിറ്റൻസ്. ഇത് സട്ടൺ, ബോവറി എന്ന് പറയുന്ന രണ്ട് സയന്റിസ്റ്റുകൾ ആണ് ഡെവലപ്പ് ചെയ്ത് ക്രോമസോം തിയറി ഓഫ് ഇൻഹെറിറ്റൻസ്. ഇപ്പൊ സട്ടനും ബോവറിയും അവരെന്ത് ചെയ്യുന്നറിയാമോ, മിയോസിസിന്റെ സമയത്ത് മിയോസിസ് വഴിയാണല്ലോ ഗ്യാമീറ്റ് ഫോം ചെയ്യുന്നത്. അപ്പൊ സെഗ്രിഗേഷൻ ഒക്കെ നടക്കുന്നത്, അല്ലെങ്കിൽ ഗ്യാമീറ്റ് ഫോർമേഷൻ, സെഗ്രിഗേഷൻ ഇതൊക്കെ നടക്കുന്നത് മിയോസിസിന്റെ സമയത്താണ്. അപ്പൊ ഈ സട്ടനും ബോവറിയും കൂടി ചെയ്ത കാര്യം, മിയോസിസിന്റെ സമയത്ത് ഗ്യാമീറ്റ്സ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, ക്രോമസോംസ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യം അവർ നന്നായിട്ട് ഒബ്സർവ് ചെയ്തു. അപ്പൊ അങ്ങനെ അവർക്ക് മനസ്സിലായി. മെന്റൽ പറഞ്ഞു ഗ്യാമീറ്റ് ഫോർമേഷൻ സമയത്ത് അലീൽസ് ആണ് സെഗ്രിഗേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവർക്ക് മനസ്സിലായി ഗ്യാമീറ്റ് ഫോർമേഷന്റെ സമയത്ത് സെഗ്രിഗേറ്റ് ചെയ്ത് പോകുന്ന സാധനങ്ങൾ ക്രോമസോം ആണെന്ന് അവർക്ക് മനസ്സിലായി. അപ്പൊ അവർ പഠിച്ച അനുസരിച്ച് ക്രോമസോംസ് ആണ് ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുക. അവർ പറഞ്ഞനുസരിച്ച് ക്രോമസോംസ് ആണ് പെയറായിട്ട് കാണുക. ഓക്കെ ആണല്ലോ. അപ്പൊ അവർ എന്താണ് ഒന്നുകൂടി പറയാം. സട്ടൺ ആൻഡ് ബോവറി അവര് മിയോസിന്റെ സമയത്ത് ക്രോമസോംസിന്റെ മൂവ്മെന്റ്സ് ഒക്കെ എങ്ങനെയാണെന്ന് അവർ ഒബ്സർവ് ചെയ്തു. എന്നിട്ട് അവർ പറഞ്ഞു ക്രോമസോംസ് പെയറായിട്ടാണ് കാണുന്നതെന്ന്. മെന്റൽ എന്താണ് പറഞ്ഞത്, ജീൻസ് പെയറായിട്ടാണ് കാണുന്നതാണ്, അല്ലെങ്കിൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ജീൻസ് പെയറായിട്ടാണ് കാണുന്നതെന്ന് മെന്റൽ പറഞ്ഞു. ഇവർ പറഞ്ഞു ക്രോമസോംസ് പെയറായിട്ടാണ് കാണുന്നതെന്ന് സട്ടൺ ആൻഡ് ബോവറി പറഞ്ഞു. രണ്ട്, മെന്റൽ പറഞ്ഞൊരു കാര്യമായിരുന്നു മിയോസിന്റെ സമയത്ത് അല്ലെങ്കിൽ ഗ്യാമീറ്റ് ഫോർമേഷന്റെ സമയത്ത് അലീൽസ് സെഗ്രിഗേറ്റ് ചെയ്യും എന്ന് പറഞ്ഞു. ഇവിടെ സട്ടൺ ആൻഡ് ബോവറി പറഞ്ഞ കാര്യമാണ് ഗ്യാമീറ്റ് ഫോർമേഷൻ സമയത്ത് ക്രോമസോംസ് സെഗ്രിഗേറ്റ് ചെയ്യും എന്ന് പറഞ്ഞു. ഓക്കെ ആണല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതുപോലെ മെന്റൽ പറഞ്ഞു ജീൻസ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ആണ് ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് പറഞ്ഞു. സട്ടൺ ആൻഡ് ബോവറി പറഞ്ഞു ക്രോമസോംസ് ആണ് ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്നുള്ള കാര്യം സട്ടൺ ആൻഡ് ബോവറി പറഞ്ഞു. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതിനെയൊക്കെ സട്ടൺ ആൻഡ് ബോവറി മെന്റലിന്റെ ഐഡിയയും കൂടി ചേർത്തിട്ട് പറഞ്ഞ കാര്യമാണ് ക്രോമസോം തിയറി ഓഫ് ഇൻഹെറിറ്റൻസ്. ഓക്കെ ആണല്ലോ. അപ്പോൾ സട്ടൺ ആൻഡ് ബോവറിയാണ് അവര് മെന്റലിന്റെ കൺസെപ്റ്റും അവരുടെ കൺസെപ്റ്റും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് ക്രോമസോം തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ പോയിന്റ്സ് പറയുന്നതാണ്. ഒന്ന് പറയുന്നതാണ് ക്രോമസോംസ് പെയറായിട്ടാണ് കാണുന്നത്. ഇതായിരുന്നു അവരുടെ ഫസ്റ്റ് പോയിന്റ്. ക്രോമസോംസ് ഒക്കെ
in pairs. അതാണ് അവർ പറഞ്ഞ ഫസ്റ്റ് കാര്യം. സെക്കൻഡ് പറഞ്ഞതാണ് ഡ്യൂറിങ് മിയോസിസ് ക്രോമസോംസ് അണ്ടർഗോ മിയോസിസ്. ഡ്യൂറിങ് മിയോസിസ് ക്രോമസോംസ് അണ്ടർഗോ സെഗ്രിഗേഷൻ. ഡ്യൂറിങ് മിയോസിസ് ക്രോമസോംസ് അണ്ടർഗോ സെഗ്രിഗേഷൻ. അടുത്തത് ഇവർ പറഞ്ഞൊരു പോയിന്റ് ആണ് ക്രോമസോംസ് ആർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് അവർ പറഞ്ഞു. ഒരു കാര്യം കൂടി പറഞ്ഞു, ഈ മെൻഡൽ പറഞ്ഞ ജീൻസ് ഉണ്ടല്ലോ, ആ ജീൻസ് ക്രോമസോമിന്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. നമ്മൾ ആദ്യമേ പറഞ്ഞല്ലോ ജീനും DNA-യും ക്രോമസോമും തമ്മിലുള്ള റിലേഷൻ നമ്മൾ ഫസ്റ്റ് ആ ചാപ്റ്റർ തുടങ്ങിയ സമയത്ത് നമ്മൾ പറയുന്നുണ്ടായിരുന്നു. അത് നിങ്ങൾ ശ്രദ്ധിക്കുക, അതൊന്നും കാണുക നിങ്ങൾ. അത് കഴിഞ്ഞിട്ട് വേണം നിങ്ങളത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. ഓക്കെ ആണല്ലോ. നമ്മൾ പറഞ്ഞു DNA-യുടെ ചില പോർഷൻസ് മാത്രമാണ്, DNA-യുടെ RNA കൂടിയുന്ന പോർഷൻസ് മാത്രമാണ് ജീൻ എന്നത് പറഞ്ഞു. ആ ജീൻസ് കാണുന്ന എവിടെയാണ്? DNA-യിൽ. DNA എവിടെ ഇരിക്കുന്നത്? ക്രോമസോമിൽ. അപ്പോൾ അവർ പറഞ്ഞു ജീൻസ് ആർ പ്രസന്റ് ഇൻസൈഡ് ക്രോമസോംസ് എന്ന് പറഞ്ഞു. ഇത്രയും കൂടി ചേരുന്നതാണ് ക്രോമസോം തിയറി ഓഫ് ഇൻഹെറിറ്റൻസ്. ഓക്കെ ആണല്ലോ. ഇത്രയും കൂടി ചേരുന്നതാണ് ക്രോമസോം തിയറി ഓഫ് ഇൻഹെറിറ്റൻസ്. അടുത്തതായി നമ്മൾ പറഞ്ഞൊരു കാര്യം, ഈ മെൻഡലിന്റെ ഈ വർക്കിനെയൊക്കെ ആ ഒരു സമയത്ത് സയന്റിഫിക് വേൾഡ് അവർ അപ്രൂവ് ചെയ്തില്ല. മെൻഡലിന്റെ വർക്കിനെ സയന്റിഫിക് വേൾഡ് അപ്രൂവ് ചെയ്തില്ല. കുറെ കാരണങ്ങളുണ്ടായിരുന്നു. ആ സമയത്ത് ഡാർവിന്റെ തിയറി ഓഫ് എവല്യൂഷൻ ഉണ്ടല്ലോ, അതിനെക്കുറിച്ചൊക്കെ ആയിരുന്നു സയന്റിസ്റ്റ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. മാത്രമല്ല ഇയാൾ മാത്തമാറ്റിക്കലാണ് കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തത്. പിന്നെ പറഞ്ഞു ബ്ലെൻഡിങ് ഓഫ് ക്യാരക്ടേഴ്സ് ഇല്ല എന്ന് പറഞ്ഞു. അതായത് ക്യാപിറ്റൽ ടിയും അതായത് ഒന്നുകിൽ ടോൾ അല്ലെങ്കിൽ ഡോർഫിനോട് ചേർന്ന് കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞു. ആ സമയം നമ്മളുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ അച്ഛൻ്റെ ക്യാരക്ടറും അമ്മയുടെ ക്യാരക്ടറും രണ്ടും കൂടെ മിക്സ് ചെയ്തൊക്കെ ആയിരിക്കും നമുക്ക് വരുന്നത്. പക്ഷെ മെന്റൽ പറഞ്ഞു ബ്ലെൻഡിങ് ഓഫ് ക്യാരക്ടേഴ്സ് ഇല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ബ്ലെൻഡിങ് ഓഫ് ക്യാരക്ടേഴ്സ് ഇല്ല, മാത്തമാറ്റിക്കൽ എക്സ്പ്ലനേഷൻ. പിന്നെ ആ സമയത്ത് സയന്റിഫിക് വേൾഡ് മൊത്തം ഡാർവിന്റെ തിയറി ഓഫ് എവല്യൂഷനുമായിട്ടൊക്കെ ബിസി ആയിരുന്നു. അതുകൊണ്ട് മെന്റലിന്റെ വർക്കൊന്നും സയന്റിഫിക് വേൾഡ് ആ സമയത്ത് അപ്രൂവ് ചെയ്തില്ല. പിന്നീട് റീഡിസ്കവറി ഓഫ് മെന്റലിസം പിന്നീടാണ് നടത്തിയത്. പിന്നീട് കുറെ സയന്റിസ്റ്റ്, 3 സയന്റിസ്റ്റ് ആണ് റീഡിസ്കവറി ഓഫ് മെന്റൽസ് വർക്ക്. റീഡിസ്കവറി ഓഫ് മെന്റൽസ് വർക്ക് 3 സയന്റിസ്റ്റ് ആണ് നടത്തിയത്. അവരുടെ പേരായിരുന്നു ഡിബ്രിസ്, കോറൻസ് ആൻഡ് തേർഡ് വൺ ആണ് ഷെർമാൻ. ഡിബ്രിസ്, കോറൻസ് ആൻഡ് ഷെർമാൻ. ഇവര് 3 പേരും കൂടി ഡിഫറെന്റ് ആയിട്ട് പല പല സ്ഥലങ്ങളിലിരുന്ന് ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് അവർ വർക്ക് ചെയ്തത്. അപ്പോൾ അവർക്ക് മനസ്സിലായി അവർക്ക് കിട്ടിയ റിസൾട്ട് തന്നെയാണ് നേരത്തെ മെന്റലിനും കിട്ടിയത്. അങ്ങനെയാണ് അവരെന്ത് ചെയ്തു, മെന്റലിന്റെ വർക്ക് കൂടുതലെടുത്ത് പഠിച്ച് അവരാണ് മെന്റലിന്റെ വർക്ക് പുറം ലോകത്തേക്ക് കൊണ്ടുവന്നത്. അപ്പൊ മെന്റൽ ഫാദർ ഓഫ് ജെനറ്റിക്സ് ആയ കാര്യമൊന്നും മെന്റൽ അറിഞ്ഞിട്ടൊന്നുമില്ല. മെന്റൽ മരിച്ചു കഴിഞ്ഞ് ഏകദേശം 100ഓളം വർഷം കഴിഞ്ഞിട്ടാണ് മെന്റലിന്റെ വർക്ക് പുറം ലോകം കാണുന്നത്. ഓക്കെ ആണല്ലോ. പിന്നെ മെന്റലിന്റെ വർക്ക് ചെയ്ത സമയം 7 വർഷമാണ് മെന്റൽ വർക്ക് ചെയ്തത്. ആ ടൈം കൂടി നോക്കി നോക്കുക. മെന്റലിന്റെ വർക്കിന്റെ ഡ്യൂറേഷൻ 7 years ആയിരുന്നു. മെന്റൽ ഈ വർക്ക്സ് ഒക്കെ ചെയ്ത് അത് ഒരു 2 വർഷം മുൻപുള്ള നീറ്റ് എക്സാമിന് ചോദിച്ചാണ്. 1856 to 1863 ഈ ഒരു ടൈം പീരീഡിലാണ് മെന്റലിന്റെ വർക്കൊക്കെ ചെയ്തത്. 1856 മുതൽ 1863 മെന്റലിന്റെ വർക്കുകളൊക്കെ ചെയ്തിരുന്നത്. പക്ഷെ ആ സമയത്ത് മെന്റലിന്റെ വർക്കിനെ സയന്റിഫിക് വേൾഡ് അപ്രൂവ് ചെയ്തില്ല. പിന്നീട് റീഡിസ്കവറി ഓഫ് മെന്റലിന്റെ വർക്ക് ചെയ്ത് ഡിബ്രിസ്, കോറൻസ് ആൻഡ് ഷെർമാൻ എന്ന് പറയുന്ന 3 സയന്റിസ്റ്റ് ആണ് ഇത് ചെയ്തത്. പിന്നീട് ഒരു കാര്യം, സട്ടൺ ആൻഡ് ബോവറി ആണല്ലോ, അവരാണ് ക്രോമസോമിന്റെ കാര്യമൊക്കെ പറയുകയും ക്രോമസോമിന്റെ മൂവ്മെന്റ് ഒബ്സർവ് ചെയ്യുകയൊക്കെ ചെയ്തത്. ഇത് ക്രോമസോമിന്റെ മീനിങ് ആണ്. ക്രോമോ മീൻസ് കളേർഡ്, ക്രോമോ മീൻസ് കളർ, സോ മീൻസ് ബോഡി. അപ്പൊ കളേർഡ് ബോഡീസ് അതായിരുന്നു ക്രോമസോമിന്റെ മീനിങ്. ക്രോമസോമിന്റെ മീനിങ് ആണ് കളേർഡ് ബോഡീസ്. ക്രോമോ മീൻസ് കളർ, സോമോ മീൻസ് ബോഡി. അപ്പൊ ക്രോമസോം മീൻസ് കളേർഡ് ബോഡീസ്. അതാണ് ആ ഒരു പേര് വരാൻ കാരണം. ക്രോമസോം എന്നുള്ള പേര് വരാൻ കാരണം ഈ കളേർഡ് ബോഡീസ് എന്നുള്ളതാണ് ഈ ക്രോമസോം എന്നുള്ള പേര് വരാനുള്ള ആ ഒരു മെയിൻ കാരണം. ഓക്കെ ആണല്ലോ. ഇനി പറഞ്ഞ ഈ ക്രോമസോം തിയറി ഓഫ് ഇൻഹെറിറ്റൻസിന്റെ എക്സ്പെരിമെന്റൽ പ്രൂഫ് നടത്തിയത്, അതിന് എക്സ്പെരിമെന്റ് വഴി പ്രൂഫ് നടത്തിയത്, എക്സ്പെരിമെന്റൽ പ്രൂഫ് പ്രൊവൈഡ് ചെയ്തത് തോമസ് ഹണ്ട് മോർഗൻ എന്ന് പറഞ്ഞൊരു സയന്റിസ്റ്റ് ആണ്.
TH മോർഗൻ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ് ഇത് എക്സ്പെരിമെന്റിൽ പ്രൂവ് ചെയ്തത്. അപ്പോൾ അയാൾ എക്സ്പെരിമെന്റിന് വേണ്ടി യൂസ് ചെയ്ത ഓർഗാനിസം ആണ് ഡ്രോസോഫില എന്ന് പറയുന്ന ഒരു ഓർഗാനിസത്തിനാണ്. ഡ്രോസോഫില അതിന്റെ സയന്റിഫിക് നെയിം ആണ്, അതിന്റെ കോമൺ നെയിം ആണ് ഫ്രൂട്ട് ഫ്ലൈ. ഈ ഫ്രൂട്ട് ഒക്കെ ചെയ്യുമ്പോൾ ഒരു ചെറിയ ഒരു കൊത്തളങ്ങ ഒരു ജീവി വരില്ലേ, അതിനെയാണല്ലോ വിളിക്കുന്ന പേരാണ് ഡ്രോസോഫില. കൊത്തളങ്ങയെ വിളിക്കുന്ന പേരാണ് ഡ്രോസോഫില, ഫ്രൂട്ട് ഫ്ലൈ. അതിലാണ് ഈ TH മോർഗന്റെ എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്ത് അതിന്റെ മെയിലും ഫീമെയിലും ഒക്കെ ഈസിലി ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ കഴിയുന്നതായിരുന്നു. അതുപോലെ നമ്മൾ മെന്റൽ എടുത്ത പീ പ്ലാന്റിലെ ക്യാരക്ടേഴ്സ് ഒക്കെ ക്ലിയർ കട്ട് ആയിട്ട് കറക്റ്റ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ഒക്കെ ഇവിടെയും ഒബ്സർവ് ചെയ്യാൻ കഴിയുമായിരുന്നു. അതുകൊണ്ടാണ് ഡ്രോസോഫില എടുത്തത്. പിന്നെ ഡ്രോസോഫിലയുടെ ലൈഫ് സൈക്കിൾ വളരെ ഷോർട്ട് ടൈം തന്നെ കംപ്ലീറ്റ് ചെയ്യുമായിരുന്നു. ഏകദേശം 2 weeks കൊണ്ടൊക്കെയാണ് ഇതിന്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുക. 1 to 2 weeks കൊണ്ടൊക്കെയാണ് ഡ്രോസോഫിലയുടെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുക. അതും ഭയങ്കര അഡ്വാൻറ്റേജ് ആയിരുന്നു. പിന്നെ ഒരുപാട് പ്രോജനീസിനെ പ്രൊഡ്യൂസ് ചെയ്തു. ഇതൊക്കെയാണ് ഡ്രോസോഫില തിരഞ്ഞെടുക്കാനുള്ള കാരണം. മെയിലും ഫീമെയിലും ഈസിലി ഡിസ്റ്റിംഗ്വിഷബിൾ ആയിരുന്നു. കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ഈസിലി വിസിബിൾ ആയിരുന്നു. അതിന്റെ ലൈഫ് സ്പാൻ വളരെ കുറച്ചായിരുന്നു. 2 weeks ഒക്കെ ഉള്ളൂ. ലൈഫ് സ്പാൻ വളരെ കുറവായിരുന്നു. ലാർജ് നമ്പർ ഓഫ് പ്രോജനീസിനെ പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ ഇഷ്ടംപോലെ ഒബ്സർവ് ചെയ്യാൻ കഴിയും. അങ്ങനെയുള്ള ടൈപ്പ് ഒക്കെ ആണെന്ന് ഇഷ്ടംപോലെ ഒബ്സർവ് ചെയ്യാൻ കഴിയും. ഇതൊക്കെയായിരുന്നു. ഇതുകൊണ്ടൊക്കെയാണ് TH മോർഗൻ ഡ്രോസോഫിലയെ സെലക്ട് ചെയ്തത്. ഓക്കെ ആണല്ലോ.